ഹലോ ഗായ്സ്, കാത്തൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു യെല്ലോ ഫുഡ് കളർ ചലഞ്ചാണ്. അപ്പം ഞങ്ങൾ ഇന്ന് യെല്ലോ കളർ ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ചലഞ്ചിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ രാവിലത്തെ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് ദോശയാണ്, അതൊരു യെല്ലോ ഗോതമ്പ് ദോശയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചാണ്. അപ്പം അത് ഞാൻ 3 പേർക്കുള്ള അളവിൽ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത്, നമുക്ക് യെല്ലോ കളറല്ല വേണ്ട, അപ്പോൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. 2 എഗ്ഗാണ് നമ്മളേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുട്ടയുടെ മഞ്ഞ ഒഴിക്കുമ്പോൾ നമുക്ക് നല്ല എഗ് കളർ കിട്ടും. അപ്പം നമുക്ക് പിള്ളേർക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാം. മുട്ട കഴിക്കാതെ പിള്ളേർക്കൊന്നും ഇത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളൂ. നമുക്ക് എഗ്ഗിന് ടേസ്റ്റ് അറിയത്തേ ഇല്ല. അപ്പോൾ 2 മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൈ നമുക്ക് ആ സ്പൂണോടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സാക്കിയ ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും, അല്ലെങ്കിൽ കട്ട കെട്ടി കിടക്കും. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിക്കുന്നുണ്ട്, നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടും. പിന്നെ അതിന് കറി വരുന്നത് ഞങ്ങൾ പൊട്ടറ്റോ കറി ആണ്, ഇന്നലത്തെ ഇരുന്നതിൻ്റെ ബാക്കിയാണ്. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ചൂടാക്കി എടുത്തു. മഞ്ഞ കളർ കറി വേണമല്ലോ, അപ്പം നമുക്ക് ദോശ ഓരോന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അത് നമ്മൾ നല്ല സ്മൂത്തായി നമുക്കൊരു പാൻ കേക്കിനൊക്കെ രൂപത്തിൽ കിട്ടും കേട്ടോ. നമുക്ക് മഞ്ഞ ദോശ ആയിരിക്കും. കറികളെല്ലാം റെഡിയായി, ആയിട്ടുണ്ട്, തേങ്ങാ മഞ്ഞയാക്കിയിട്ടുണ്ട്. അപ്പം പിള്ളേർ കഴിക്കാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് യെല്ലോ കളർ ദോശ വേണം എല്ലാവർക്കും. ചമ്മന്തി വേണ്ട, പിന്നെന്താ വേണ്ടേ? എന്നാ കറിയാണ് വേണ്ടേ? അച്ചക്കൂട്ടനും കുഞ്ഞാറ്റയും 2 ദോശയുണ്ട്. അമ്പാടി 1 ദോശ എടുക്കുള്ളൂ, ഉലവും മുഴുവൻ കഴിക്കില്ല. അമ്പാടി കുഞ്ഞാറ്റയും പൊട്ടക്കറിയാണ് കഴിക്കുന്നത്. നമ്മുടെ യെല്ലോ ഫുഡ് ചലഞ്ചിൽ ചമ്മന്തി എടുത്തു നമ്മൾ കഴിക്കുകയാണ്. യെല്ലോ ദോശയും യെല്ലോ കറിയും ചമ്മന്തിയാണ്. പെട്ടെന്ന് കഴിക്കും. അങ്ങനെ നമ്മുടെ ഫുഡ് ചലഞ്ച് തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയുണ്ട് ദോശ? വിജയകരമായി കഴിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ കുഞ്ഞാറ്റ ഫുഡ് ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്പാടിയും അച്ചുക്കുട്ടനാണ്. അച്ചുക്കുട്ടൻ എന്തേ കംപ്ലീറ്റ് ആയി. അമ്പാടി മുഴുവനൊന്നും കഴിച്ചില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, അമ്പാടി ഒരു വർഷം കഴിക്കാറില്ല. പിന്നെ നമ്മുടെ ഉച്ചത്തേക്കുള്ള ചലഞ്ചാണ്. അപ്പോൾ എല്ലാ ഫുഡിനും നമ്മൾ വീറ്റ് നൂഡിൽസാണ് കഴിക്കുന്നത്. അപ്പം വീറ്റ് നൂഡിൽസ് ഭയങ്കര ഹെൽത്തിയാണ്. നമുക്ക് മാഗി പോലെയുള്ള നോർമൽ മൈദ കൊണ്ടൊന്നുമല്ല. അപ്പം നമ്മുടെ നൂഡിൽസ് ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 പേരും കഴിക്കുവാണ്. അതിൻ്റെ കൂടെ പപ്പടമാണ്, വേറെ ഒന്നും സൈഡ് ഡിഷായിട്ടില്ല.
നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ചെറുത് ഇവിടെ ഫുഡ് കംപ്ലീറ്റ് ഒന്നും ആക്കിയിട്ടില്ല. അവൻ ഇപ്പം പോയതുകൊണ്ട് അവൻ മതിയാക്കി. അപ്പം നമുക്കിനി ഈവനിങ് സ്നാക്സിന് മാത്രം കാണാം. അപ്പൊ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയുള്ളത്, നമ്മുടെ ഒരു മാംഗോ കിട്ടിയില്ല ഉണ്ട്, പിന്നെ നമ്മുടെ ലേസ് ഉണ്ട്, പിന്നെ ലെമൺ ഉണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാതെ. കറണ്ട് പോയി ഗൈസ്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് പറയാം. അപ്പൊ ഗൈസ് മഴ ആയതുകൊണ്ട് കറണ്ട് ഞങ്ങൾക്ക് ഫുള്ളായി. അപ്പൊ ഗൈസ് നമുക്കിനി രാത്രി കഴിക്കാം. ഗൈസ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഡിന്നർ ചാലഞ്ച് നമ്മുടെ തീരാറായിട്ടുണ്ട്. അപ്പം എനിക്കും ഇവനും ഉള്ളത് മുട്ട ഓംലേറ്റ് ആണ്. അച്ചുവിന് മുട്ട ഇഷ്ടമില്ലാത്തതുകൊണ്ട് അച്ചു തന്നെ നല്ല അടിപൊളി ചക്കയുടെ കഴിക്കാണ്. അത് മഞ്ഞയാണ്, പക്ഷെ എന്നാലും ഇത്തിരി ഡാർക്ക് മഞ്ഞയായി പോയി. നേരത്തെ മഞ്ഞയായിരുന്നു ഞങ്ങളപ്പോൾ ഫ്രിഡ്ജ് വെച്ചപ്പോഴത്തേക്ക് ഡാർക്ക് മഞ്ഞ. അപ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാം. കട കഴിക്കാലോ, ചെയ്യാലോ. അപ്പാട് നല്ല നല്ല പറഞ്ഞു. അവർക്ക് ഞങ്ങൾ ഇത് കഴിച്ചു നോക്കാം.
ചേച്ചി